പുതിയ SCERTയിൽ നിന്നുള്ള റെയർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഭാഗങ്ങളിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കൂ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററിലാണ്. പുതിയ SCERTയിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോർച്ചുഗീസുകാരുടെ അക്രമങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീര പ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാന്മാരാണ്. ഈ കുഞ്ഞാലി മരയ്ക്കാർമാർ എന്ന് പറയുന്നത് ഒരാളാണോ? അല്ല, അതൊരു സ്ഥാനപ്പേരാണ്. കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത്. ഒന്നാമൻ കുഞ്ഞാലി മരയ്ക്കാർ, ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ, അങ്ങനെ 4 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ മൂന്നാമനാണ് കുഞ്ഞാലി മരയ്ക്കാർ. മൂന്നാമനാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ടിരുന്ന കോട്ടയാണ് ഇത് ചാലിയം കോട്ട എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. അപ്പോൾ ഗോവയിൽ വെച്ച് പോർച്ചുഗീസുകാർ വധിച്ചത് ഏത് കുഞ്ഞാലി മരയ്ക്കാരെയാണെന്ന് ചോദിച്ചാൽ അതാരാണ്? കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. PSC ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ നിരന്തരം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്കറിയാം, അതിനെപ്പറ്റി നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ നമ്മുടെ കോഴിക്കോട് എത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരണാധികാരിയായിരുന്നത് ആരാണ്? സാമൂതിരിയാണ്. സാമൂതിരിക്ക് അറബികളുമായിട്ടായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ വന്നിട്ട് എന്ത് പറഞ്ഞു? അറബിക് കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ആവശ്യം സ്വീകരിക്കാൻ നമ്മുടെ സാമൂതിരി തയ്യാറായില്ല. അത് പോർച്ചുഗീസുകാർക്ക് ദേഷ്യമുണ്ടായി. അപ്പോൾ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? കോഴിക്കോടിൻ്റെ ശത്രു രാജ്യമായ കൊച്ചിയിലോട്ട് പോയിട്ട് അവിടെ ആധിപത്യം നേടാൻ ശ്രമിച്ചു. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും വിജയിക്കാനായില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കാരണം മനസ്സിലായല്ലോ. പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ സാമൂതിരിയും തമ്മിൽ യുദ്ധമുണ്ടാകാൻ ഇടയായ സാഹചര്യം മനസ്സിലായല്ലോ. അങ്ങനെ യുദ്ധമുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ സാമൂതിരിയെ രക്ഷിക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഈ കുഞ്ഞാലി മരയ്ക്കാർമാരാണ് ഉണ്ടായിരുന്നത്. 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂന്നാമനാണ് നമ്മുടെ ചാലിയം കോട്ട. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സഹായിച്ചത്. ഇനി ഇത് നമ്മുടെ പഴയ SCERTയിൽ കുഞ്ഞാലി മരയ്ക്കാന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴയ SCERTയിലെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവരുടെ ആസ്ഥാനം എവിടെയാണെന്ന് പറയുന്നുണ്ട്. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണെന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. 4 പേരുണ്ടായിരുന്നു. ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സഹായിച്ചു. പിന്നെ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ എന്ന് പറയുന്നത്. ഫത്തുൽ മുബീൻ. ഓക്കെ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആദ്യത്തെ ചോദ്യം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററിലാണ്. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായി. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത്. ഏത് വർഷമാണ്? 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത്. ഈ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്ന സമയത്തെ നമ്മുടെ വൈസ്രോയി ആരായിരുന്നു നോക്കാം. കുറച്ച് ചോദ്യങ്ങൾ ഈ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മുസ്ലിം ലീഗ് രൂപപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? മിൻറ്റോ പ്രഭുവായിരുന്നു കേട്ടോ. മിൻറ്റോ രണ്ടാമനാണ് ആ സമയത്ത് വൈസ്രോയി എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആരാണ്? ആഗാ ഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൽ മുൾക്ക്. ഈ 3 പേരുമാണ് നമ്മുടെ
മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തികൾ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ആഗാ ഖാൻ മൂന്നാമനാണ് കേട്ടോ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ചോദിച്ചാൽ ഏതാണ്? ധാക്കയാണ് കേട്ടോ. ധാക്ക ബംഗ്ലാദേശാണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ആഗാ ഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവ്വ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ആ സർവ്വ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ആഗാ ഖാന്റെ നേതൃത്വത്തിൽ ഒരു സംഘമാണ് ആ സമയത്ത് വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിനെ കാണാൻ പോയത്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന സമയത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചത്. ആരാണ്? മിന്റോ പ്രഭു ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആരാണ് ഇദ്ദേഹത്തെ കാണാൻ പോയത്? ആഗാ ഖാന്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയൊക്കെ പറഞ്ഞു? ആഗാ ഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൾ മുക്ക് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റുമാർ തന്നെയായിരുന്നു ആഗാ ഖാൻ മൂന്നാമനായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമ്മുടെ ചോദ്യം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1906 ബംഗാൾ വിഭജനത്തിനൊക്കെ ശേഷം തൊട്ടടുത്ത വർഷം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? അപ്പോൾ നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തെ പറ്റി പറയുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലാണ് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് സ്വദേശി പ്രസ്ഥാനമൊക്കെ വരുന്നത് അല്ലേ. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 കേട്ടോ. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത്. ശ്രദ്ധിക്കുക, ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 ബംഗാൾ ഈ നിലവിൽ വന്നതിന് ശേഷം ബംഗാളിലുടനീളം എന്താണ്? ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബാംഗ്ല എന്ന ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. അപ്പം നമ്മൾ ഈ സ്വദേശി പ്രസ്ഥാനത്തോടു കൂടി നമ്മുടെ ഇന്ത്യയിൽ കുറേ സംഭവങ്ങളൊക്കെ പുതുതായിട്ട് വരിക, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഓരോ വ്യവസായങ്ങളും സംഭവങ്ങളൊക്കെ തുടങ്ങി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് ഈ സ്വദേശി പ്രസ്ഥാനം വരുന്നത്? ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് സ്വദേശി പ്രസ്ഥാനം വന്നത്. പക്ഷേ ഈ ഒരു സ്വദേശി പ്രസ്ഥാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കി കൊടുത്തൊരു സംഭവം കൂടിയാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ സ്വദേശി പ്രസ്ഥാനം എന്നാണ് ആരംഭിച്ചത് എന്നൊരു ഡേറ്റ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചു വെക്കണം. പക്ഷേ കാരണം എന്താണ്? നമ്മൾ റീസെൻ്റ് ആയിട്ട് PSC നടത്തിയ പരീക്ഷയിലാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാണ്? 1905 ഓഗസ്റ്റ് 7 കേട്ടോ. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്നാണ്? 1905 ഓഗസ്റ്റ് 7 അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വന്നിട്ടുണ്ടാവും അല്ലേ. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. പിന്നെ എങ്ങനെയാണ് സ്വദേശി പ്രസ്ഥാനം അതിന് മുൻപ് വന്നു? മിസ്സല്ലേ പറഞ്ഞത് സ്വദേശി പ്രസ്ഥാനം വരുന്നത് ബംഗാൾ വിഭജനത്തിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വന്നല്ലോ. സംശയിക്കേണ്ട. ഈ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 പക്ഷേ എന്താണ്? 1905 ജൂലൈ 19 എന്താണ്? ബംഗാൾ വിഭജനം ഡിക്ലെയർ ചെയ്തു കേട്ടോ. ഡിക്ലെയർ ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 19 അത് നിലവിൽ വന്നത് എന്നാണ്? ഒക്ടോബർ 16 അതാണ് ആ വ്യത്യാസം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ബംഗാൾ വിഭജനം വന്നപ്പോൾ എന്താണ് ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി, സ്വദേശി പ്രസ്ഥാനമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഇതായിട്ട് നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 അപ്പോൾ ഇപ്പോൾ സംശയം മാറിയല്ലോ. സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്ന എന്നാണ്? 1905 ഓഗസ്റ്റ് 7 ബംഗാൾ വിഭജനം നിലവിൽ വന്ന എന്നാണ്? 1905 ഒക്ടോബർ 16 കേട്ടോ. ഇത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ പറ്റുന്നൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം ഡേറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡേറ്റ് ഒക്കെ ചോദിക്കാൻ വളരെ
വളരെ സാധ്യതയുമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത 4ാമത്തെ ചോദ്യം ജോഗ്രഫിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഭൂമിയിലെ രാവിനെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഇവിടെ ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, കാരണം ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് ഉത്തരം എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഭൂമിയിലെ രാവിനെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഇതിനെപ്പറ്റി നമ്മുടെ SCRT പറയുന്നുണ്ട്. ഇവിടെ നോക്കുക, ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന ഇവിടെ ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണെന്ത്? പ്രകാശവൃത്തം. അല്ലേ, സിമ്പിൾ അല്ലേ? പക്ഷെ ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് പോകും അല്ലേ? ഇതേപോലെ സിമിലർ ആയിട്ടുള്ള വാക്കൊക്കെ തന്നാൽ നമുക്ക് മാറിപ്പോവും. അപ്പോൾ ഒന്നും കൂടെ ഓർത്തിരിക്കുക, ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേര് എന്താണ്? പ്രകാശവൃത്തം എന്നാണ് കേട്ടോ. പ്രകാശ് 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ നോക്കുക. ഈ രാവിനെയും പകലിനെയും വേർതിരിക്കുന്ന ആ സാങ്കല്പിക രേഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്രകാശവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ചോദ്യം ക്ലിയർ ആണല്ലോ? എന്താണ് പറയുന്നത്? ഭൂമിയിലെ രാവിനെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേര് എന്താണ്? പ്രകാശവൃത്തം എന്നാണ്. ക്ലിയർ ആണല്ലോ? എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക കേട്ടോ. വീഡിയോ കണ്ടിട്ട് സേവ് ചെയ്ത് പിന്നെ പഠിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോകുക. കാരണം സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അടുത്ത 5ാമത്തെ ചോദ്യം എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. അഭിജിത്ത് ബാനർജിക്ക് ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കേട്ടോ. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിനാണ് 2010 വർഷമൊക്കെ ഓർത്തിരിക്കട്ടെ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ് എന്നൊക്കെ സാമ്പത്തിക ശാസ്ത്ര ഇന്ത്യൻ കിട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, വർഷം അടക്കം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ഓർത്തിരിക്കുക, വർഷം സഹിതം ഓർത്തിരിക്കുക. അഭിജിത്ത് ബാനർജിക്ക് 2019 ലഭിക്കുന്നത് കേട്ടോ. 2019 നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. എന്തിനാണ് ലഭിക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു. ഇനി ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണ് കേട്ടോ. ഇന്ത്യൻ വംശജനാണ്, ഇന്ത്യക്കാരനെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം, അഭിജിത്ത് ബാനർജി. 2019 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ചോദ്യം നോക്കൂ. 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? അഭിജിത്ത് ബാനർജിയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, അഭിജിത്ത് വിനായക് ബാനർജിയാണ്. ചിലപ്പോൾ അങ്ങനെ മാറ്റി ചോദിക്കാം. നമ്മളെപ്പോഴും അഭിജിത്ത് ബാനർജി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ നടുക്ക് കിടക്കുന്ന ആ പേരൊക്കെ നമ്മളോടൊന്ന് മാറ്റി ചോദിക്കാൻ മതി കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഓർത്തിരിക്കുക, എന്താണ്? അഭിജിത്ത് വിനായക് ബാനർജി. ഏത് വർഷമാണ് കിട്ടിയത്? 2019 കിട്ടിയത്. എന്തിൻ്റെ ഗവേഷണത്തിനാണ് കിട്ടിയത്? ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിനാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ നോക്കൂ. അഭിജിത്ത് വിനായക് ബാനർജിക്ക് പുറമെ 2019 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം പങ്കിട്ട മറ്റ് രണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. നമുക്ക് എന്താ ചോദിക്കുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഈ ഒരു പോയിന്റ് ഒക്കെ എടുത്ത് PSC ചോദിക്കാനും മതി. അപ്പോൾ ആർക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ലഭിച്ചത്? എസ്തർ ഡുഫ്ലോ, മൈക്കൽ ക്രൈമർ എന്ന് പറയുന്ന ഈ 2 പേർക്കും കൂടിയാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പം അഭിജിത്ത് ബാനർജി 2019 ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന്. 6ാമത്തെ ചോദ്യം, ഇതൊരു വാചകമാണ്, ഒരാൾ പറഞ്ഞ വാചകമാണ്. ഇത് ആരുടേതാണെന്ന് നമ്മൾ കണ്ടെത്തണം. എന്താണെന്ന് നോക്കൂ. സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഇതിനെപ്പറ്റി നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണ് കേട്ടോ. ഇത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കറിൻ്റെ വാക്കുകളാണ്. എവിടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലാണ് പറഞ്ഞത് കേട്ടോ. 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലാണ് അദ്ദേഹം ഇങ്ങനെ സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞു. 7ാമത്തെ ചോദ്യം,
ഞങ്ങൾ കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്നതും ഒരു പൊതു ഉദ്യോഗസ്ഥനോട് തന്റെ ഔദ്യോഗിക ചുമതല നിർവഹിക്കാൻ ഉത്തരവിടുന്നതുമായ റിട്ട് ഏതാണ്? റിട്ടുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലാണ്, 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലാണ്. അതിലെ മാൻഡമസ് എന്താണെന്ന് നോക്കൂ. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണെന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. അയാൾ ചെയ്യേണ്ട കാര്യം, ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഉത്തരവിടുന്നതാണ് എന്ത്? ആ ഉത്തരവിടുന്ന റിട്ടാണ് എന്ത്? മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഓർത്തിരിക്കാം, നമ്മളിങ്ങനെ ഉത്തരവിടുന്നത് ഒരു മാനിനോടായിരിക്കുമല്ലോ, മാനല്ലേ തൻ്റെ കർത്തവ്യം ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ മാൻഡമസ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിരിക്കാം. ഇപ്പം ഇതൊക്കെ റിട്ടൊക്കെ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും കാണുന്ന ചോദ്യമാണെങ്കിൽ ഞാനിവിടെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനിയും ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു സംഭവമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, എന്നാണ് നവംബർ 26-നാണ്. അടുത്ത ചോദ്യം നോക്കൂ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? ഇതും എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്, പക്ഷെ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്താണ് ഇത് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ഇട്ടത്. അപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ എടുത്തു നോക്കാൻ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചത് ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. യൂറോപ്യരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ശ്രദ്ധിക്കുക, ഇതാണ് ആ പോയിന്റ്. പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലും കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിന്റെ കീഴിലുമായിട്ടാണ് നിലനിന്നിരുന്നത്. ഇത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മലബാറാണ്. കൊച്ചിയും തിരുവിതാംകൂറും എന്താണ്? നേരിട്ടുള്ള ഭരണത്തിനല്ല, പക്ഷെ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു രാജഭരണമാണ് ആ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നത്. പക്ഷേ മലബാർ എന്താണ്? ഡയറക്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ചോദ്യം കേട്ടോ. അത് ഇവിടെ നിന്നാണ് വന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടെന്നേ ഉള്ളൂ. റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷയിലും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കറിയുന്ന കാര്യമാണ്. അടുത്ത 10ാമത്തെ ചോദ്യം. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവയിൽ പാർലമെന്ററി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പാർലമെന്ററി വ്യവസ്ഥയുടെയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെയും വ്യത്യാസങ്ങൾ, അവരുടെ സവിശേഷതകൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതും. അതേ സെന്റൻസ്, അതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇട്ടതും അതുകൊണ്ട് തന്നെയാണ്. സിമ്പിൾ കാര്യമാണ്, പക്ഷെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വിട്ടുപോകുന്നൊരു കാര്യമാണ്. പക്ഷേ എന്താണ്, നമ്മുടെ പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ ചോദിക്കുകയും ചെയ്യും. റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കൂ. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. ഇത് പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതയാണോ? അതെ, ഇത് പാർലമെന്ററി വ്യവസ്ഥയുടെ സവിശേഷതയാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. അതേസമയം പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിലാണെങ്കിൽ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പം മറ്റേതിലാണെങ്കിൽ എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. ഇതും പാർലമെന്ററി സംവിധാനത്തിന്റെ സവിശേഷതയാണ്. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. അതേ സെന്റൻസ്, അതേ സെക്കൻഡ് പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 3ാമത്തെ പോയിന്റ് എന്താ നോക്കൂ. ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും. പാർലമെന്ററി വ്യവസ്ഥയിൽ എന്താണ്? ഭരണത്തലവൻ ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ് അല്ലെ. ഭരണത്തലവൻ ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും. അതേസമയം പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിലാണെങ്കിൽ എന്താണ്? രാഷ്ട്രത്തലവനും ഭരണത്തലവനും ആരാണ്? പ്രസിഡന്റ് ആണ് കേട്ടോ, പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. ഭരണത്തലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതി ആയിരിക്കും. അത് പാർലമെന്ററി സംവിധാനത്തിൻ്റെ അല്ല, നമ്മളിപ്പോൾ പറഞ്ഞു. അത് ഏതിൻ്റെയാണ്? പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്നവയിൽ പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തത് ഏതാണ്? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ സിമ്പിൾ കാര്യമാണ്, പക്ഷെ ഒന്ന് എന്താണ്, വായിച്ചിരിക്കുക, ഓർത്തിരിക്കുക. ഓക്കെ,
എക്സാം ഹാളിൽ വെച്ച് നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടക്കേന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തിയെ തിരിച്ചറിയുക. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. അപ്പം ഈ 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ വ്യക്തിയെ തിരിച്ചറിയുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വിടും. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്നു. അത് തന്നാൽ പിന്നെ നമുക്ക് എന്താണ് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ് അല്ലേ? തോമസ് ജെഫേഴ്സൺ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ്. ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 2 പോയിന്റ്സും കൂടെ നമുക്ക് മോളിൽ നിന്ന് പഠിക്കാമല്ലോ. എന്തൊക്കെയാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളാണ് തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു പോയിന്റും കൂടെ നോക്കൂ. അമേരിക്ക ഫ്രാൻസിൽ നിന്നും ലൂസിയാന വിലക്ക് വാങ്ങിയത് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. ഇദ്ദേഹം 3ാമത്തെ പ്രസിഡന്റ് ആണ്. ആ സമയത്താണ് അമേരിക്ക ഫ്രാൻസിൽ നിന്നും ലൂസിയാന വിലക്ക് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പം ജസ്റ്റ് ഈ ഒരു പോയിന്റ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം എന്നില്ല കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റത്തെ ചോദ്യം ബയോളജി, ജീവശാസ്ത്രത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇതിന് ഓപ്ഷൻസ് ഇല്ലേ. ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകൾ ഏതാണ്? അതായത് നമ്മളെ ജീവികളുണ്ടല്ലോ, ജീവികളിൽ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകൾക്ക് പറയുന്ന പേര് എന്താണ്? നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എൻസൈം എന്നാണ് പറയുന്നത് കേട്ടോ. എൻസൈമുകൾ എന്നാണ് പറയുന്നത്. 9ാം ക്ലാസ്സിലെ ജീവശാസ്ത്ര പുസ്തകം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും തുടക്കത്തിൽ തന്നെ. ഇനി അടുത്തത്, ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകൾ എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈമുകളും ഹോർമോണുകളും തമ്മിൽ മാറിപ്പോവരുത്. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണെന്ത്? എൻസൈമുകൾ എന്ന് പറയുന്നത്. അതേസമയം ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണെന്ത്? ഹോർമോണുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രീറോൺ, ഇതൊക്കെ എന്താണ്? ഹോർമോൺസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇത് ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേസമയം എൻസൈമുകൾക്ക് ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? സലൈവറി അമിലേസ്, ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയത്തിലെ പെപ്സിൻ എന്നിവ എന്താണ്? എൻസൈമുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണെന്ത്? എൻസൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണെന്ത്? ഹോർമോണുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.